ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ പ്രഭാതവേളയിൽ വചന കേൾവിക്കായി കാതോർത്തിരിക്കുന്ന എല്ലാ വിശുദ്ധരെയും ക്രിസ്തീശുവിൽ പ്രഭാതവന്ദനങ്ങൾ ചൊല്ലുന്നു. ഇന്നത്തെ പ്രഭാത ധ്യാനത്തിനായി പരിശുദ്ധാത്മാവ് നൽകിയ ഒരു ചിന്ത ഞാൻ വായിക്കുന്നു. വേദവാക്യം വായിക്കുന്നു. 1 കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 9-ാമത്തെ വാക്യം. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കുന്നത് പോലെ തന്നെ. ദൈവത്തിൻ്റെ ജ്ഞാനം അഗോചരമാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ കർത്താവിൻ്റെ ദാസൻ അപ്പോസ്തലനായ പൗലോസ് വിശേഷമേറിയ പഠനത്തിൽ വളരെ ശക്തിയോടെ മുന്നോട്ട് വന്ന് ഗമാലിയൻ്റെ കാൽപാദത്തിലിരുന്ന് തിരുവചനം, ന്യായപ്രമാണം നന്നായി പഠിച്ച് പരീശനിൽ നിന്ന് ജനിച്ച പരീശൻ എന്ന താൻ തന്നെ തന്നെക്കുറിച്ച് അഭിസംബോധന ചെയ്യുമ്പോൾ തൻ്റെ ന്യായപ്രമാണത്തോട് വളരെ എരിവുള്ള കർത്താവിൻ്റെ ദാസൻ ആ പഴയ നിയമ ഉദ്ധരണി തൻ്റെ ഓർമ്മയിൽ വച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൽ തൻ്റെ ജനത്തിന് എഴുതി അറിയിക്കുകയാണ്. യെശയ്യാപ്രവാചകൻ തൻ്റെ ജനത്തെ വിളിച്ചറിയിച്ച ഒരു ദൂത് തൻ്റെ ചിന്തയിൽ വന്നിട്ട് ആ ചിന്ത താൻ തൻ്റെ ജനത്തിന് മറ്റൊരു നിലവാരത്തിൽ എഴുതി അറിയിക്കുന്നൊരു വാക്യം. യെശയ്യാപ്രവചനം 64-ാം അധ്യായം എൻ്റെ 4-ാമത്തെ വാക്യം വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നു: നീ അല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവന് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. നോക്കൂ, ഇവിടെ ഇസ്രായേലിൻ്റെ ദൈവത്തെ പുകഴ്ത്തി പ്രവാചകൻ വിളിച്ചു പറയുന്നു: കർത്താവേ, അങ്ങയുടെ സന്നിധിയിൽ കാത്തിരിക്കുന്ന ഒരു ജനതയ്ക്കു വേണ്ടി അങ്ങ് പ്രവർത്തിക്കുന്നത് ഒരു കണ്ണും കണ്ടിട്ടില്ല, ഒരു ചെവിയും ഗ്രഹിച്ചിട്ടില്ല, കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും വന്നിട്ടില്ല. അതേ വാക്യം പോലെ വാക്യത്തിൻ്റെ അർത്ഥത്തിൽ അല്പവ്യത്യാസങ്ങൾ പോലും വരുത്താതെ പരിശുദ്ധാത്മാവിൽ കൊരിന്ത്യ സഭയോട് പൗലോസ് വിളിച്ചറിയിക്കുന്നു: ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യൻ്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. നോക്കൂ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ പൗലോസ് കൊരിന്ത്യ സഭയിൽ ആഗ്രഹിക്കുന്ന ഒരൊറ്റ കാര്യം ഇതേ ഉള്ളൂ: മനുഷ്യ മനസ്സിൽ ചിന്തിക്കാൻ പറ്റാത്ത വിധത്തിൽ ദൈവം ജനത്തെ പുതുക്കാൻ പോവുകയാണ്. പ്രിയമുള്ളവരെ, ഒരു ഹൃദയത്തിനും തോന്നാത്ത നിലവാരത്തിൽ, ഒരു ജ്ഞാനിക്കും ഇതുവരെ ചിന്തിക്കാൻ കഴിയാത്ത നിലവാരത്തിൽ പരിശുദ്ധാത്മാവിൽ പൗലോസ് പറയുന്നു: എൻ്റെ ദൈവം ദൈവത്തിൻ്റെ സഭയെ പുതുക്കുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഒരു പുതിയ മനസ്സായി, ഒരു പുതിയ അനുഭവത്തിൽ, ഒരു പുതിയ ഏറ്റവും കുറച്ചുകൂടെ നന്നായി, ഒരു വ്യത്യസ്തമായി മാറുന്ന ഒരനുഭവമാണ് വാസ്തവത്തിൽ റിന്യൂവൽ, അല്ലെങ്കിൽ പുതുക്കം പ്രാപിക്കുക എന്നുള്ളത്. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയങ്ങളിൽ വസിച്ചുകൊണ്ട് പ്രവർത്തിക്കുക ചെയ്യുന്നത്. ആ പരിശുദ്ധാത്മാവിൻ്റെ പൊതുവായ ലക്ഷ്യം നമ്മുടെ ഹൃദയം യേശുവിൻ്റെ ഹൃദയം പോലെയാകണം, നമ്മുടെ മനസ്സ് യേശുവിൻ്റെ മനസ്സ് പോലെയാകണം. വിശ്വാസികളുടെ ഉള്ളിൽ അധിവസിച്ചുകൊണ്ട് ക്രിസ്തുവിൻ്റെ മനസ്സുള്ളവരാക്കി മാറ്റുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. എങ്ങനെ പ്രവർത്തിക്കുന്നു? നമ്മുടെ ഉള്ളിലുള്ള പാപത്തെക്കുറിച്ച് ബോധം വരുത്തി ആ പാപത്തെക്കുറിച്ച് പശ്ചാത്തപിക്കുവാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ബോധ്യപ്പെടുത്തുകയാണ്. പ്രിയരെ, കൊരിന്ത്യ സഭയ്ക്കകത്ത് ജ്ഞാനികൾ,
കൃപാവരപ്രാപ്തർ, ഒന്നിലും കുറവില്ലാത്തവർ, വചന പാണ്ഡിത്യമുള്ളവർ, ഇത്രയും ശക്തന്മാരുള്ളപ്പോൾ ആ ദൈവസഭയ്ക്കകത്ത് ഇങ്ങനൊരു വാക്യം എഴുതുവാൻ കാരണം ഈ ലോകത്തിൻ്റെ ജ്ഞാനമോ ഈ ലോകത്തിൻ്റെതായ യാതൊന്നുമോ തൻ്റെ ജനത്തെ ഉണർത്തുവാൻ, തൻ്റെ ജനത്തെ പുതുക്കുവാൻ കഴിയത്തില്ല എന്ന് വ്യക്തമായി തിരിച്ചറിയുന്ന പൗലോസ് ദൈവസന്നിധിയിൽ താൻ ഏൽപ്പിച്ചു കൊടുത്ത് പറയുകയാണ്, എന്നെ പരീക്ഷനിൽ നിന്ന് ജനിച്ച പരീക്ഷനെന്നും ഉന്നത വിദ്യാസമ്പന്നനെന്നും എൻ്റെ മതമാണ് ലോകത്തിലെ ഏറ്റവും വലിയ മതമെന്നും ഞാൻ വിചാരിച്ചു പോരാടിയ എന്നിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് എന്നെ രൂപാന്തരപ്പെടുത്തിയതുപോലെ കൊരിന്തിൽ ആയിരിക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, നിങ്ങളെ എനിക്ക് എൻ്റെ ബുദ്ധിയിൽ, എൻ്റെ ദൈവിക ജ്ഞാനത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നു ആ പരിശുദ്ധാത്മാവിന് നിങ്ങളെ പുതുക്കുവാൻ കഴിയും. അതേ പ്രിയരെ, ഒരു കണ്ണ് കാണാത്ത നിലവാരത്തിൽ, ഒരു ചെവി കേൾക്കാത്ത നിലവാരത്തിൽ, ഒരു ഹൃദയത്തിലും തോന്നാത്ത നിലവാരത്തിൽ നമ്മെ പുതുക്കുവാൻ നമ്മുടെ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. പറഞ്ഞു മടുത്തുപോയ ചില വിഷയത്തിന് നടുവിൽ തളർന്നിരിക്കുന്ന ഒരു മാതാവോ പിതാവോ ആണ് എങ്കിൽ ജീവിതത്തിൽ ഇനി സമാധാനമില്ല, സ്വസ്ഥതയില്ല, പ്രശ്നത്തോട് പ്രശ്നമാണ്, യാതൊരു തരത്തിലും മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ആ നിലവാരത്തിലാണെങ്കിൽ ഇന്ന് പകൽക്കാലം വിശ്വസിക്കൂ, എൻ്റെ ദൈവത്തിന് പുതുക്കുവാൻ കഴിയും, പരിശുദ്ധാത്മാവിന് പുതുക്കുവാൻ കഴിയും. പൗലോസ് പറയുന്നു, എൻ്റെ പഴയ മനുഷ്യനാണെങ്കിൽ ഞാൻ ഒത്തിരി പേരെ ഉപദ്രവിച്ചവനാണ്, ഒത്തിരി പേരെ പ്രതികൂലത്തിലൂടെ കൊണ്ടുപോയവനാ. പക്ഷേ എന്നാൽ ഇന്നെനിക്കതിന് കഴിയത്തില്ല. എന്നിൽ പരിശുദ്ധാത്മാവ് പുതുക്കം വരുത്തി, എന്നിൽ രൂപാന്തരം വരുത്തി, എന്നിൽ മാറ്റം വരുത്തി. പ്രിയമുള്ളവരെ, ഈ പ്രഭാതത്തിൽ ഈ തിരുവചനം കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പുതുക്കം തരുവാൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു മാറ്റം തരുവാൻ, നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ജഡത്തിൻ്റെ പ്രവർത്തികളെ തകർത്തുകൊണ്ട് ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിച്ച് ഒരു കണ്ണ് കാണാത്തത്, ഇതുവരെ നമ്മെക്കുറിച്ച് കാണാത്തത്, ഇതുവരെ നമ്മിൽ നിന്ന് പുറത്തു വരാത്തത് പുറത്തു വരുവാൻ ദൈവാത്മാവിന് നമ്മളെക്കുറിച്ച് ആഗ്രഹമുണ്ട്. ആകയാൽ ദൈവത്തോട് ചേർന്ന് പറയാം, ലോർഡ് ഐ റിന്യൂ മീ, ലോർഡ് യു പ്ലീസ് റിന്യൂ മീ. എന്നെ ഒന്ന് രൂപാന്തരപ്പെടുത്തുക കർത്താവേ, എന്നെ ഒന്ന് പുതുക്കം വരുത്തണം കർത്താവേ. ദൈവത്തിൻ്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നൊരു ദൈവം, ആ പരിശുദ്ധാത്മാവ് ഇന്ന് ഈ പ്രഭാതത്തിൽ നമ്മെ ഒരുമിച്ച് പുതുക്കം വരുത്തി നിത്യതയുടെ ഓഹരിക്കാരാക്കി കർത്താവിൻ്റെ അനുഗ്രഹം നമ്മുടെ മേൽ ചൊരിയട്ടെ. ദൈവമായ കർത്താവ് ഈ തിരുവചനങ്ങളാൽ അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലസ് യു.